നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 36ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ മാർച്ച് 5-ന് ആരംഭിക്കും. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യകമ്പനിക്ക് അനുമതി നൽകിയതിൽ അഴിമതി, ഗുരുതര ആരോപണവുമായി രമേശ് ചെന്നിത്തല. റിപ്പബ്ലിക് ദിന പരേഡിൽ 10,000 വിശിഷ്ടാതിഥികൾ, കേരളത്തിൽ നിന്ന് 150 പേർക്ക് ക്ഷണം. ലോസ് ആഞ്ചൽസിനെ വിഴുങ്ങി കാട്ടുതീ, 10,176 ഏക്കർ പ്രദേശം കത്തിനശിച്ചു. യുഎസിൽ നിർമ്മിച്ചില്ലെങ്കിൽ തീരുവ നൽകേണ്ടി വരും, മേക്ക് ഇൻ അമേരിക്കയുമായി ട്രംപ്. വാർത്തകൾ വിശദമായി. 36ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷന്റെ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. പോട്ട ആശ്രമം സുപ്പീരിയർ ഫാദർ ജോസഫ് എറമ്പിൽ വിസിയാണ് 36ാമത് ദേശീയ ബൈബിൾ കൺവെൻഷന്റെ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചത്. മാർച്ച് 5 മുതൽ 9 വരെ രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാമെന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനമാണ് 36ാമത് ദേശീയ ബൈബിൾ കൺവെൻഷന്റെ ആപ്തവാക്യം. 36ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷന് പോട്ട ആശ്രമത്തിൽ അതിൻ്റെ കാൽനാട്ടൽ കർമ്മം നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാർച്ച് മാസം 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ നടക്കപ്പെടുന്നത്. അതായത് നോമ്പ് പിടിച്ച് വിഭൂതി ബുധനാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച തീരത്തക്ക രീതിയിൽ രാവിലെ 8:30 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് 5 മണി വരെയാണ് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ 36ാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ്റെ ആപ്തവാക്യമായി സ്വീകരിച്ചിരിക്കുന്ന വചനം ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനമാണ്. അതിനാൽ വേണ്ട സമയത്ത് അവിടുത്തെ കാരുണ്യവും കൃപാവരവും സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം എന്നുള്ളതാണ് വചനം. ദൈവകൃപ സ്വീകരിക്കാൻ, ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിക്കാൻ എല്ലാവരെയും ഈ പ്രത്യാശയുടെ വർഷം ഏറ്റവും സ്നേഹത്തോടെ പോട്ട ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷ പോട്ട വിഷൻ യൂട്യൂബ് ചാനലിലൂടെയും ഒപ്പം നമുക്ക് ഗുഡ്നസ് ടിവിയിലൂടെയും ഈ ശുശ്രൂഷ ലഭ്യമാണ്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വരാൻ പറ്റുന്നവരെല്ലാം വന്ന് പങ്കെടുക്കുക. അല്ലാത്തവർ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഓൺലൈനായിട്ട് ഒപ്പം ഗുഡ്നസ് ടിവിയിലൂടെ ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഗുഡ്നസ് ടിവിയിലൂടെയും ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മാറണമെന്ന് അപേക്ഷിക്കുന്നു. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥന വളരെ ശക്തമാണ്. പറയുള്ളവരെ 90 ദിവസമായിട്ട് കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങുകയാണ്. നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്കും ക്ഷണിക്കുകയാണ്. സാധിക്കുന്നവരെല്ലാം എല്ലാ ദിവസവും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ജപമാലയുടെ ഒരു രഹസ്യമെങ്കിലും പ്രിയമുള്ളവരെ പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷന് വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണമെന്നും ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. രോഗികൾക്ക് പ്രത്യേകമായിട്ട് ആ ദിവസങ്ങളിൽ ഇവിടെ വന്ന് താമസിച്ച് കിടന്ന് ആ കൺവെൻഷനിൽ പങ്കെടുക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് രോഗാവസ്ഥയിലുള്ളവരെ, പ്രത്യേകിച്ച് മാരകമായ രോഗങ്ങളും വേദനകളും ഉള്ളവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരിക. പ്രിയമുള്ളവരെ, വൈദികരോ സന്യസ്തരോ അൽമായ ശുശ്രൂഷകരോ ഒന്നുമല്ല, കർത്താവാണ് സൗഖ്യം നൽകുന്നത്. ആ കർത്താവ് വിളിക്കുകയാണ്. ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിൽ എത്രയോ പേർക്ക് ശക്തമായ മാനസാന്തരങ്ങളും ദൈവവചനത്തിൻ്റെ അഭിഷേകവും ഒക്കെ നൽകിയതാണ്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ആശ്രമത്തിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രശസ്ത വചനപ്രഘോഷകനും പോട്ട ഡിവൈൻ റിട്രീറ്റ് സെന്റർ സ്ഥാപകനുമായ ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ വിസി, പോട്ട ആശ്രമം ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കർത്താനം വിസി, പോട്ട ആശ്രമം ഫിനാൻസ് ഡയറക്ടർ ജേക്കബ് ചിറയിൽ വിസി, പോട്ട അനുദിന ശുശ്രൂഷ ഡയറക്ടർ ഡെർബിൻ ഈട്ടിക്കാട്ടിൽ വിസി എന്നിവർ കാൽനാട്ടൽ കർമ്മത്തിൽ സന്നിഹിതരായിരുന്നു. 90 ദിവസത്തെ പ്രാർത്ഥനയോടെയാണ് ദേശീയ ബൈബിൾ കൺവെൻഷന് വേണ്ടി പോട്ട ആശ്രമം ഒരുങ്ങുന്നത്. പാലക്കാട് എലപ്പുള്ളിയിൽ സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി തുടങ്ങുവാൻ അനുമതി നൽകുന്നത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തുന്ന അഴിമതിയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയാണ് ഈ കമ്പനിയെ വിളിച്ചുകൊണ്ടുവന്നത്. കേരളത്തിലെയോ ഇന്ത്യയിലെയോ മറ്റൊരു മദ്യനിർമ്മാണ കമ്പനിയും ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെന്നും ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കുടിക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കും പോലും വെള്ളം കിട്ടാത്ത സ്ഥലമാണ് എലപ്പുള്ളി. ഇവിടെ ഒരു പ്ലാന്റ് അല്ല, ഒട്ടേറെ പ്ലാന്റുകളാണ് വരാൻ പോകുന്നത്. കർഷകരും ജനങ്ങളും നേരിടാൻ പോകുന്ന പ്രതിസന്ധി വളരെ വലുതായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ ഓയിൽ കമ്പനികൾ അംഗീകാരം നൽകിയ കമ്പനിയാണ് ഒയാസിസ് എന്നാണ് സർക്കാർ പറയുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത്രനാൾ നിർമ്മാണത്തിനു വേണ്ടി ടെൻഡർ ക്ഷണിച്ചപ്പോൾ ഇവരെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നത് ശരിയാണ്. എന്നാൽ എഥനോൾ 3ാം ഘട്ടമായാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും അതിനുള്ള ബോട്ട്ലിംഗ് പ്ലാന്റും ഡിസ്റ്റിലറിയും മറ്റുമാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്.
ഡൽഹി മദ്യദുരന്ത കേസിൽ ഒയാസിസ് കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാൾ പ്രതിയാണ്. പഞ്ചാബിൽ ഇവർക്കെതിരെ ജലമലിനീകരണം നടത്തിയതിന് ഒട്ടേറെ കേസുകളുണ്ട്. ഈ കമ്പനിയെ ആരാണ് വിളിച്ചു കൊണ്ടുവന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയില്ല. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 1999 ഇനി കേരളത്തിൽ മദ്യനിർമ്മാണ യൂണിറ്റ് വേണ്ട എന്ന് തീരുമാനിച്ചു. 2018 3 ബ്രൂവറിയും ഒരു ഡിസ്റ്റിലറിയും അനുവദിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ അതിനെ ശക്തമായി എതിർത്തു. മദ്യനയത്തിൽ മാറ്റമില്ലെന്ന് സഭയിൽ ഉന്നയിച്ചു. ഇപ്പോൾ മദ്യനയത്തിൽ മാറ്റം വരുത്തി ഈ കമ്പനിയുടെ നിർമ്മാണത്തിന് അനുമതി കൊടുക്കുന്നത് വളരെ ബോധപൂർവമായ അഴിമതിയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. CPI ഇക്കാര്യത്തിൽ ഒളിച്ചു കളിക്കുകയാണ്. പ്ലാച്ചിമട സമരത്തിൽ മുന്നിൽ നിന്നത് CPIയും വീരേന്ദ്രകുമാറും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ്. വീരേന്ദ്രകുമാറിന്റെ പാർട്ടി ഒരക്ഷരം മിണ്ടിയില്ല. ഇവരുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. പഞ്ചായത്തിന്റെ പോലും അനുമതി തേടാതെ പ്ലാന്റ് നിർമ്മിക്കാനുള്ള നീക്കത്തെ തടയുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി രാജ്യത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഏകദേശം 10,000 വിശിഷ്ടാതിഥികൾക്ക് ഡൽഹിയിലേക്ക് ക്ഷണം. രാജ്യത്തിന് നൽകിയ മികച്ച സംഭാവനകൾ നൽകിയവരെ സ്വർണിം ഭാരതത്തിന്റെ ശില്പികളായി അംഗീകരിച്ചാണ് ക്ഷണം. കേരളത്തിൽ നിന്ന് ഏകദേശം 150 പേർക്കാണ് പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ചിരിക്കുന്നത്. രാഷ്ട്ര നിർമ്മാണത്തിൽ ഈ വ്യക്തികളുടെ അക്ഷീണ പരിശ്രമങ്ങളും സമൂഹത്തിന് അവർ നൽകിയ ശ്രദ്ധേയമായ സംഭാവനകളും ആഘോഷമാക്കാനും അംഗീകരിക്കാനും ലക്ഷ്യമിടുന്നതാണ് ഈ ഉദ്യമം. റിപ്പബ്ലിക് ദിന പരേഡിലെ സാന്നിധ്യം അവരുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും രാജ്യത്തിന്റെ പുരോഗതിയോടുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കുമുള്ള സാക്ഷ്യമാകും. പാരാ ഒളിമ്പിക്സ് സംഘാംഗങ്ങളും അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിലെ വിജയികളും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച PM വിശ്വകർമ്മ യോജന ഗുണഭോക്താക്കൾ, PM കുസും പദ്ധതി ഗുണഭോക്താക്കൾ, PM സൂര്യഘർ യോജന ഗുണഭോക്താക്കൾ, കൈത്തറി കരകൗശല തൊഴിലാളികൾ, മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജലയോദ്ധാക്കൾ, കുടിവെള്ള ശുചിത്വ പരിപാലനത്തിനുള്ള പാനി സമിതി അംഗങ്ങൾ, മൃഗസംരക്ഷണവും ക്ഷീരവികസനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഗോകുൽ ദൗത്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർ, മൈ ഭാരത് സന്നദ്ധ പ്രവർത്തകർ, PM മത്സ്യസമ്പദ യോജന ഗുണഭോക്താക്കൾ, മൻ കി ബാത്ത് പരിപാടിയിൽ പ്രധാനമന്ത്രി പരാമർശിച്ച വ്യക്തികൾ, മികച്ച സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിച്ചവർ, പ്രത്യേക നേട്ടം കൈവരിച്ച ഗോത്രവർഗ ഗുണഭോക്താക്കൾ തുടങ്ങിയവർക്കാണ് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ക്ഷണം ലഭിച്ചത്. അതിനിടെ രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച നിരവധി പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെയും ആയുധങ്ങളുടെയും പ്രദർശനമാണ് ഇത്തവണത്തെ പരേഡിന്റെ ഹൈലൈറ്റ്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ ടാബ്ലോയിൽ അവരുടെ പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനമുണ്ടാകും. രക്ഷാ കവച് എന്ന പേരിൽ വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇതിൽ പ്രധാനം. കരയിൽ നിന്ന് ആകാശത്തേക്ക് പ്രയോഗിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് രക്ഷാ കവച്. വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഒരേ സമയം നിർവീര്യമാക്കാൻ സഹായിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് രക്ഷാ കവച്. ഇതിനൊപ്പം വ്യോമക്രമങ്ങളെ മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നേത്ര ഇത് DRDO വികസിപ്പിച്ചതാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 155 mm പീരങ്കി ഡ്രോൺ ആക്രമണങ്ങളെ കണ്ടെത്തി പ്രതിരോധിക്കാനും നിർവീര്യമാക്കാനുമുള്ള സംവിധാനം, ഉപഗ്രഹ കേന്ദ്രീകൃത നിരീക്ഷണ സംവിധാനം എന്നിവയൊക്കെ ഇത്തവണ പരേഡിൽ പരിചയപ്പെടുത്തും. PP ദിവ്യക്കെതിരെ കൂടുതൽ ആരോപണവുമായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ്. ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്ക് ജില്ലാ പഞ്ചായത്ത് കരാറുകൾ നൽകിയതിൽ ദുരൂഹതയുണ്ടെന്ന് മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു. PP ദിവ്യയുടെ ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും ഭൂമിരേഖയിൽ കൃഷിയാണ് വരുമാനമാർഗമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദിവ്യക്കെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും മുഹമ്മദ് ഷമ്മാസ് വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒട്ടുമിക്ക എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാറുകളും ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്കാണെന്ന് മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. ദിവ്യ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ 10.47 കോടിയുടെ കരാർ ഈ ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്ക് ലഭിച്ചു. ഈ കരാറുകളെല്ലാം നൽകിയിരിക്കുന്നത് നേരിട്ടാണെന്നതാണ് ശ്രദ്ധേയം. ജില്ലാ നിർമ്മിതി കേന്ദ്ര നേരിട്ടല്ല പ്രവൃത്തികൾ നടത്തുന്നത്. നിർമ്മിത് കേന്ദ്രയ്ക്ക് നൽകിയ പദ്ധതി ഏറ്റെടുത്ത് നടത്തിയത് ദിവ്യയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് ലിമിറ്റഡ് ആണെന്നും മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു. അരുൺ K. വിജയൻ കളക്ടറായ ശേഷം മാത്രം 5.25 കോടിയുടെ കരാർ നൽകിയതിൽ സംശയമുണ്ടെന്ന് മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. കളക്ടറും സംശയ നിഴലിലാണെന്നും അന്വേഷണം വേണമെന്നും ഷമ്മാസ് ആവശ്യപ്പെട്ടു. ഈ കമ്പനിയുടെ ഡയറക്ടറായ മുഹമ്മദ് ആസിഫിന്റെ ഭൂമിയോട് ചേർന്ന് അതേ സർവേ നമ്പറിൽ തൊട്ടടുത്ത് അതിരുള്ള സ്ഥലം
PP ദിവ്യയുടെ ഭർത്താവിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. കാർട്ടൺ ഇന്ത്യ കമ്പനി ഡയറക്ടറുടെയും ദിവ്യയുടെ ഭർത്താവിന്റെയും സ്ഥലം ഇടപാട് രേഖകൾ തയ്യാറാക്കിയത് ഒരു ഓഫീസിൽ ഒരേ അഭിഭാഷകനാണെന്നും മുഹമ്മദ് ഷമാസ് ആരോപിച്ചു. ഉൽപ്പന്നം അമേരിക്കയിൽ നിർമ്മിച്ചില്ലെങ്കിൽ തീരുവ നൽകേണ്ടി വരുമെന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോക സാമ്പത്തിക ഫോറത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ട്രംപിന്റെ ഭീഷണി. രണ്ടാമതും പ്രസിഡന്റായ ശേഷമുള്ള ആദ്യ ആഗോള പരിപാടിയിൽ വൈറ്റ് ഹൌസിൽ നിന്ന് സംസാരിച്ച ട്രംപിനെ കൈയടികളോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. നികുതി കുറയ്ക്കാനും നിയമവിരുദ്ധ കുടിയേറ്റത്തെ നിയന്ത്രിക്കാനും വ്യവസായങ്ങളെ സ്വാതന്ത്ര്യമാക്കാനുമുള്ള പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ഇക്കൂട്ടത്തിലായിരുന്നു മുന്നറിയിപ്പും. നിങ്ങളുടെ ഉൽപ്പന്നം നിർമ്മിക്കാൻ അമേരിക്കയിലേക്ക് വരിക. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന നികുതി നിരക്കുകളിലൊന്ന് നൽകും. പക്ഷേ നിങ്ങൾ അമേരിക്കയിൽ ഉൽപ്പന്നം നിർമ്മിക്കുന്നില്ലെങ്കിൽ തീരുവ നൽകേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. യുക്രൈൻ യുദ്ധവും എണ്ണവിലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സൂചിപ്പിച്ചു. ക്രൂഡ് വില കുറയ്ക്കാൻ സൗദി അറേബ്യയോടും ഒപെക്കിനോടും ആവശ്യപ്പെടും. എണ്ണവില കുറഞ്ഞാൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉടനടി അവസാനിക്കുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. 2018-ലും 2020-ലും ട്രംപ് നേരിട്ട് ദാവോസിൽ എത്തിയിരുന്നു. അതിനിടെ അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി. ജന്മാവകാശ പൗരത്വത്തിനുള്ള അവകാശം വെട്ടിക്കുറയ്ക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പിലാക്കാനുള്ള ട്രംപിന്റെ നീക്കം സിയാറ്റിലിലെ ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞു. തുടർ നടപടികൾ 14 ദിവസത്തേക്കാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ട്രംപിന്റെ നീക്കത്തെ നഗ്നമായ ഭരണഘടനാ ലംഘനമെന്നാണ് ജഡ്ജി വിശേഷിപ്പിച്ചത്. 4 അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പരിഗണിച്ച കേസിലാണ് ഉത്തരവിനെ കോടതി താൽക്കാലിക സ്റ്റേ അനുവദിച്ചത്. ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള വാഷിംഗ്ടൺ, അരിസോണ, ഇലിനോയ്സ്, ഒറിഗോൺ എന്നീ സംസ്ഥാനങ്ങളാണ് കോടതിയിലെത്തിയത്. US മണ്ണിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ 14-ാം ഭേദഗതിയുടെ നഗ്നമായ ലംഘനമാണ് ഉത്തരവെന്ന് വാദിച്ചാണ് സംസ്ഥാനങ്ങൾ കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച US ഡിസ്ട്രിക്ട് ജഡ്ജി ജോൺ കോക്നോറാണ് ഉത്തരവിനെ താൽക്കാലിക സ്റ്റേ അനുവദിച്ചത്. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൂടുതൽ സമയം തേടി വിജിലൻസ്. കൂടുതൽ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനാൽ 2 മാസം കൂടി സമയമാണ് വിജിലൻസ് ആവശ്യപ്പെട്ടത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിലാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. മാർച്ച് 25-ന് കേസ് വീണ്ടും പരിഗണിക്കും. പ്രാഥമിക അന്വേഷണത്തിനും തെളിവ് ശേഖരണത്തിനും ശേഷം ADGP MR അജിത് കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു. അനധികൃത സ്വത്തില്ലെന്നായിരുന്നു ADGPയുടെ മൊഴി. കവടിയാറിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകളടക്കം വിജിലൻസിനെ കൈമാറുകയും ചെയ്തിരുന്നു. 6 മാസമായിരുന്നു വിജിലൻസ് അന്വേഷണത്തിന് നൽകിയ കാലാവധി. അജിത് കുമാറിന്റെ മൊഴി കൂടെ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഉടൻ കൈമാറിയേക്കുമെന്ന് സൂചനകളായിരുന്നു മുമ്പ് പുറത്തു വന്നിരുന്നത്. 6 മാസം കൊണ്ട് അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നായിരുന്നു വിജിലൻസിനോട് ആവശ്യപ്പെട്ടത്. PV അൻവർ ആയിരുന്നു അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം ഉന്നയിച്ചത്. അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ സർക്കാർ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ അന്വേഷണ സമിതിക്ക് മുന്നിലാണ് ADGP MR അജിത് കുമാർ P വിജയനെതിരെ മൊഴി നൽകിയത്. വിജയനെ കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് SP സുജിത് ദാസ് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ADGPയുടെ മൊഴി. എന്നാൽ പിന്നീട് സുജിത് ദാസ് മൊഴി നിഷേധിക്കുകയായിരുന്നു. IG ആയിരുന്നപ്പോൾ P വിജയൻ സസ്പെൻഷനിലേക്ക് പോകാൻ കാരണം ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്നപ്പോൾ MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ടായിരുന്നു. കോഴിക്കോട് എലത്തൂർ ട്രെയിൻ കേസിലെ പ്രതിയെ മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന യാത്രാ വിവരങ്ങൾ ചോർത്തി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു P വിജയൻ നടപടി നേരിട്ടത്. ദില്ലിയിൽ കഴിഞ്ഞ കുറെ നാളുകളായി തുടരുന്ന അതിശൈത്യത്തിന് ഇന്നും കുറവില്ല. ഇന്ത്യ ഗേറ്റും കർത്തവ്യപഥും ഉൾപ്പെടെയുള്ള മേഖലകളിൽ മൂടൽമഞ്ഞ് കാരണം ദൃശ്യപരിധിയില്ലാത്ത സ്ഥിതിയാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്നും ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള നിരവധി വിമാനങ്ങളും ഒപ്പം ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ദില്ലി നഗരത്തിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില 11 ഡിഗ്രി സെൽഷ്യസ് ആണ്. നഗരത്തിന് ചുറ്റും ദില്ലി അർബൻ ഷെൽട്ടർ ഇംപ്രൂവ്മെന്റ് ബോർഡ് സ്ഥാപിച്ച ക്യാമ്പുകളിൽ നിരവധി ആളുകളാണ് തണുപ്പിൽ നിന്ന് അഭയം പ്രാപിച്ചത്. ക്യാമ്പുകളിൽ അഭയം തേടുന്ന ആളുകൾക്ക് മരുന്നു മുതൽ ഭക്ഷണം വരെയുള്ള
എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കനുസരിച്ച് ഇന്ന് രാവിലെ 7 മണിക്ക് ദില്ലിയിലെ വായു ഗുണനിലവാര സൂചിക 207 രേഖപ്പെടുത്തിയിരുന്നു. വാരണാസി, അയോധ്യ എന്നിവയുൾപ്പെടെ ഉത്തർപ്രദേശിലെ പല നഗരങ്ങളിലും ഇന്ന് മൂടൽമഞ്ഞ് മൂടിയിരുന്നു. വാരണാസിയിലും അയോധ്യയിലും രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില 10 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസമായി വാരണാസിയിലെ കാലാവസ്ഥയിൽ മാറ്റമുണ്ടായതായി പ്രദേശവാസികൾ പറഞ്ഞു. ഒഡീഷയിലെ മയൂർഭഞ്ചിലും ദൃശ്യപരതയില്ലാത്ത ഇടതൂർന്ന മൂടൽമഞ്ഞാണ് ഇന്ന് കാണാനായത്. ദില്ലിക്ക് പുറമെ പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, ഉത്തരാഖണ്ഡ്, പടിഞ്ഞാറൻ UP എന്നിവിടങ്ങളിലും ശൈത്യതരംഗം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപിച്ചിരുന്നു. ഉത്തരാഖണ്ഡിലെ ഔലി, മുൻസിയാരി പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടായി. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ വീണ്ടും മഞ്ഞു വീണു. നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ഇടവിട്ട് പെയ്യുന്ന നേരിയ മഴയും സ്ഥലത്ത് തണുപ്പ് കൂടാൻ കാരണമാകുന്നുണ്ട്. നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനും നിർമ്മാതാവ് ആൻഡോ ജോസഫിനുമെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. പൊതുമധ്യത്തിൽ അപമാനിച്ചു എന്നാണ് സാന്ദ്രയുടെ ആരോപണം. BNS 351 ക്ലോസ് 2 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയിൽ പ്രതികൾക്കെതിരെ മൊഴി നൽകിയതിന്റെ വിരോധത്തിൽ FFK ജനറൽ സെക്രട്ടറിയും മറ്റു ഭാരവാഹികളായ പ്രതികളും ചേർന്ന് 2024 ഓഗസ്റ്റ് 28 മുതൽ തൊഴിൽ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തിയെന്നാണ് പരാതി. സിനിമാ മേഖലയിലെ മറ്റു പലരോടും സഹകരിക്കരുതെന്ന് ആവശ്യപ്പെട്ടുവെന്നും ഒരു സിനിമ പോലും നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും അപമാനിച്ചുവെന്നുമാണ് സാന്ദ്ര തോമസ് നൽകിയ പരാതിയിൽ പറയുന്നത്. നേരത്തെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് സാന്ദ്രയെ പുറത്താക്കിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സംഘടനയ്ക്കെതിരെ സാന്ദ്ര വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്ന് വിശദീകരണം തേടി തൃപ്തികരമല്ല എന്ന് വ്യക്തമാക്കി പുറത്താക്കുകയായിരുന്നു. ഇതിനെതിരെ സാന്ദ്ര കോടതിയെ സമീപിച്ച് സ്റ്റേ ഉത്തരവ് സമ്പാദിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനും മറ്റും ഉണ്ണികൃഷ്ണൻ നിർണായക പങ്കുവഹിച്ചുവെന്നാണ് സാന്ദ്രയുടെ ആരോപണം. അതേസമയം സാന്ദ്രയുമായി യാതൊരു പ്രശ്നവുമില്ലെന്നും അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണനും പ്രതികരിച്ചു. അവർ തനിക്കെതിരെ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരുമായി സഹകരിക്കാതിരുന്നിട്ടില്ല. വേതനം കൃത്യമായി തരുന്ന ഏതൊരു നിർമ്മാതാവുമായിട്ടും സഹകരിക്കാൻ തൊഴിലാളി സംഘടനയായ FFK ഒരുക്കമാണ്. ഈ അടുത്ത കാലം വരെ അവരുമായി നല്ല സഹകരണം ഉണ്ടായിരുന്നുവെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യ ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയിൽ പുതുതായി ഒന്നുമില്ലെന്ന് ക്രെംലിൻ വക്താവ് ഡ്മിട്രി പെസ്കോവ്. 1ാം ഭരണകാലത്തും ട്രംപ് റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ചുമത്തിയിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റഷ്യ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന കാര്യം പ്രസിഡന്റ് പുടിൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പെസ്കോവ് കൂട്ടിച്ചേർത്തു. ബുധനാഴ്ചയാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം. യുദ്ധം തുടരുകയാണെങ്കിൽ റഷ്യയുടെ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയിൽ ഉയർന്ന നികുതി ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. കൂടാതെ യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. തന്റെ ഔദ്യോഗിക ട്രൂത്ത് അക്കൗണ്ടിലൂടെയായിരുന്നു ട്രംപ് പുടിനെ മുന്നറിയിപ്പ് നൽകിയത്. റഷ്യ യുക്രൈൻ യുദ്ധം അധികാരമേറ്റ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പരിഹരിക്കുമെന്ന് ട്രംപ് പറഞ്ഞതായി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. US പ്രസിഡന്റായി ഔദ്യോഗികമായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിനെ പുടിൻ അഭിനന്ദിച്ചിരുന്നു. യുക്രൈനെ സംബന്ധിച്ചും ആണവായുധങ്ങളെ സംബന്ധിച്ചും US ഭരണകൂടവുമായി ചർച്ച തയ്യാറാണെന്നും പുടിൻ അറിയിച്ചിരുന്നു. റഷ്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പുതിയ US ഭരണകൂടത്തിന്റെ സന്നദ്ധത താൻ അംഗീകരിച്ചതായും വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു. ലോസ് ആഞ്ചൽസിലെ കാട്ടുതീ പൂർണ്ണമായും അണയ്ക്കാനായില്ല. കാസ്റ്റൈക് തടാകത്തിന് സമീപമാണ് പുതിയ കാട്ടുതീ അതിവേഗം പടർന്നു പിടിക്കുന്നത്. 10176 ഏക്കർ പ്രദേശം കത്തി നശിച്ചതായാണ് റിപ്പോർട്ട്. കാട്ടുതീ പടർന്നതോടെ ഏതാണ്ട് 50,000-ലധികം ആളുകൾക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോസ് ആഞ്ചലസിൽ വീണ്ടും ഗുരുതരമായ തീപിടുത്ത സാഹചര്യങ്ങൾ ഉള്ളതിനാൽ റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേരത്തെ ലോസ് ആഞ്ചലസിനെ പ്രതിസന്ധിയിലാക്കിയ ശക്തമായ 2 തീപിടുത്തങ്ങൾ കൂടുതൽ നിയന്ത്രണത്തിലായതായി അധികൃതർ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ തീപിടുത്തം റിപ്പോർട്ട് ചെയ്യുന്നത്. ലോസ് ആഞ്ചലസിനെ കിഴക്ക് 14,021 ഏക്കർ നേരത്തെ കത്തി നശിച്ചതായാണ് റിപ്പോർട്ട്.
നഗരത്തിന്റെ പടിഞ്ഞാറുള്ള പാലിസേഡ്സ് ഭാഗത്ത് 23,448 ഏക്കറും കത്തിനശിച്ചു. ദക്ഷിണ കാലിഫോർണിയയിൽ അതിശക്തമായ വരണ്ട കാറ്റിന് പിന്നാലെ അതിതീവ്ര തീപിടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പിനെ തുടർന്ന് ദക്ഷിണ കാലിഫോർണിയയിൽ ഏകദേശം 1000 അഗ്നിശമന സേനാംഗങ്ങളെ വിന്യസിച്ചതായി കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രി ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ അറിയിച്ചു. സാൻ ഗബ്രിയേൽ പർവ്വതനിരകളിലെ 7 ലക്ഷം ഏക്കർ വരുന്ന പാർക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കാതെ അടച്ചെന്ന് ഏഞ്ചൽസ് നാഷണൽ ഫോറസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. ജനുവരി 7 ലോസ് ആഞ്ചലസിലെ കാട്ടുതീ പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഏതാണ്ട് വാഷിംഗ്ടൺ DC-യുടെ വലിപ്പമുള്ള പ്രദേശം കത്തിനശിച്ചതായാണ് റിപ്പോർട്ട്. കാട്ടുതീയിൽ 28 പേർ കൊല്ലപ്പെടുകയും 16,000-ഓളം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ പൂർണ്ണമായി കത്തിനശിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.